നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇതുവരെയും മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകുമെന്നും നാളെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പറയുന്നു. 23-ാം തീയതി വരെ സമയമുണ്ടെന്നും നേതൃത്വം പറയുന്നു. അപ്പോൾ വി ഡി സതീശനെ മുഖ്യമന്ത്രി ആക്കിയില്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ഒരു ശത്രുവായിട്ട് പിണറായി അല്ല, അതായത് ഓപ്പോസിറ്റ് ലീഡർ അല്ല, വി ഡി സതീശൻ തന്നെ കോൺഗ്രസിന്റെ ഒരു ശത്രുവായിട്ട് മാറാനുള്ളൊരു സാധ്യതയുണ്ടോ? ഞാൻ പറയാം. ഇപ്പം ഇത് വളരെ കൗശലപൂർവ്വം ചെയ്തിരിക്കുന്നതാണ്. നമ്മളൊന്നും ഇത് മനസ്സിലാക്കുന്നില്ല. വെറും പൊട്ടന്മാരാണ്. ഡൽഹിയിലുള്ള പത്രസമ്മേളനം കണ്ടായിരുന്നു. രമേശ് ചെന്നിത്തല, അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് വി ഡി സതീശൻ ഒളിച്ചിരിക്കുന്നു. വി ഡി സതീശൻ മറഞ്ഞാണ് നിൽക്കുന്നത്. ഫ്രെയിം ചെയ്തപ്പോൾ പറ്റിയ കുഴപ്പമായിരിക്കും. പിന്നെ ഞാൻ കണ്ടതിലെല്ലാം അങ്ങനെ കണ്ടത്. പിന്നെ അതുകൂടാതെ നമ്മുടെ കെ സി വേണുഗോപാൽ വി ഡി സതീശനെ നോക്കുന്ന നോട്ടം കണ്ടു. മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്ന് പറയുന്നത് സത്യമാണെങ്കിൽ മനസ്സിൽ അത്യുഗ്രമായ ദേഷ്യത്തോടു കൂടി ആ ഒരു നോട്ടം നോട്ടിയത്. എന്നിട്ട് ആ മീറ്റിങ്ങിൽ വെച്ച് തീരുമാനിച്ചത് എന്താണെന്നറിയാമോ? ഏതെങ്കിലും നേതാവിന് വേണ്ടി പ്രകടനം, ഈ തെമ്മാടിത്തരം ഉണ്ടല്ലോ, ഫ്ലക്സ് തകർക്കുന്ന പോലെ പരിപാടി ഇപ്പോൾ തന്നെ നിർത്തിക്കണം. 3 പേരും കൂടെ പറഞ്ഞത്. അതെന്തിനു വേണ്ടിയായിരുന്നു? ആരാ ഏറ്റവും കൂടുതൽ പ്രകടനം നടത്തിയത്? വി ഡി സതീശൻ്റെ ആൾക്കാർ. അയാളെ ഒതുക്കാൻ വേണ്ടി തന്നെ അത് പ്രഖ്യാപിച്ചത്. ഇനി 2 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ഈ ചൂടങ്ങ് പോവും. പത്രങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ചൂട് പോവും. അയാളുടെ പാട്ടിനും പോവും. ആ സമയത്ത് ഇപ്പോൾ സാധ്യതയുള്ളത് കെ സി വന്നു കഴിഞ്ഞാൽ പുറത്തുനിന്ന് ആളിനെ ഇറക്കുമതി ചെയ്യേണ്ടെന്ന് പറയും. അങ്ങനെ പറയുകയാണെങ്കിൽ RCയെ കൊണ്ടുവന്ന് വയ്ക്കും. RCയോട് പറയും, കോർപ്പറേറ്റ് ഫണ്ടിൽ നമുക്ക് കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലുള്ള തരം പണം വാങ്ങിച്ചാൽ ജയിച്ചത്, ആ പൈസ തിരിച്ച് കൊടുക്കാൻ വേണ്ട സംവിധാനം പുള്ളി അങ്ങ് കേൾക്കും. പുള്ളിക്ക് സ്വന്തം ബോധ്യങ്ങളൊന്നുമില്ലല്ലോ, പാർട്ടിയുടെ ബോധ്യങ്ങളേ ഉള്ളൂ. എന്ത് വേണമെങ്കിൽ ചെയ്യാം. ആ കസേരയൊന്ന് കിട്ടിയാൽ മതി. പ്രായം കൂടി വരികയാണ്. ഇനി ഒരു ചാൻസ് കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് വേണമെങ്കിൽ ആ കൂടെ ആഭ്യന്തരമന്ത്രിയായിട്ട് അങ്ങ് ഇരുന്നു എന്ന് പറയാം. ആഭ്യന്തരമന്ത്രി എനിക്കതൊന്നും വേണ്ട. അത് അഹന്തയാണ്, ഈഗോ. ഞാൻ മുഖ്യമന്ത്രി കുറച്ചൊന്നും സ്വീകരിക്കുന്നു. ഇയാൾ ആരും ഇയാളെക്കാൾ എത്രയോ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇയാളെക്കാൾ എത്രയോ മേലെയാ. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ഇതുപോലെ ശക്തമായിട്ട് ഇന്നൊരു ആഭ്യന്തരമന്ത്രി ഉണ്ടോ? കേന്ദ്രത്തിലെ അമിത്ഷായെ പോലല്ല അദ്ദേഹം നിന്നത്. ഊരിയ വാൾ ഉറയിൽ വയ്ക്കൂ എന്ന് പറയാൻ തൻ്റെ ഇടമുള്ള ആരുണ്ട് ഇവിടെ? വി ഡി സതീശനുണ്ടോ? പാർട്ടി ഗ്രാമങ്ങളെ പേടിച്ചോടുന്നവരല്ലേ ഇവരെല്ലാം? അല്ലേ? പേടിച്ചോടുന്നവരല്ലേ ഇവരെല്ലാം? അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് നമ്മുടെ പാർട്ടി ഗ്രാമങ്ങളെ വകവയ്ക്കാതെ അവിടെ പ്രവർത്തിച്ച വി കുഞ്ഞികൃഷ്ണൻ, TK ഗോവിന്ദൻ, TK ഗോവിന്ദൻ, അതുപോലെ G സുധാകരൻ, ഇവരെല്ലാം പാർട്ടിക്ക് സമ്പത്താക്കി മാറ്റിയത്. അത് വലിയ സമ്പത്തായിരുന്നു. കണ്ണൂരിൽ വലിയ ഒരു ചരിത്ര വിജയം കുറിക്കാൻ കഴിഞ്ഞതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം അതായിരുന്നു. അങ്ങനെയുള്ളവരെ പാർട്ടിയിലെ സഹായത്തോടു കൂടി പോക്കിയെടുത്തു കൊണ്ടുവരാൻ സാധിച്ച ഒരു കൗശലക്കാരനാണ് കെ സി വേണുഗോപാൽ. തന്നെയല്ല, കെ സി തന്നെ എന്ന് ഹൈക്കമാൻഡ് പണ്ടേ തീരുമാനിച്ചിട്ടുണ്ട്. ഹൈക്കമാൻഡ് പറയാതെ കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയാവുമെന്ന് ഞാൻ കരുതുന്നില്ല. അവർ നേരത്തെ നിന്നെ ആക്കിക്കോളാം, വേറെ ആരും വരാതെ ഞങ്ങൾ നോക്കിക്കോളാം വാക്ക് കൊടുത്തിട്ടുണ്ട്. ആ വാക്ക് ഹൈക്കമാൻഡിന് പാലിച്ചല്ലേ പറ്റൂ. അവർ തമ്മിലൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ആ അഡ്ജസ്റ്റ്മെൻറ്റ് പൊളിറ്റിക്സാണ് നമ്മൾ കാണുന്നത്. നമ്മൾ അതിനപ്പുറം ചിന്ത പായിച്ചിട്ട് കാര്യമൊന്നുമില്ല. ദിസ് ഈസ്, നമ്മൾ വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടുത്തെ മുഖ്യമന്ത്രി തീരുമാനം ഹൈക്കമാൻഡിൽ എടുക്കുന്നു. ഇനി വേറൊരു കാര്യം കൂടെ പറയാം. ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് ദിസ് ഈസ് കോൺഗ്രസിൻ്റെ തന്നെ ഭരണഘടനാ വിരുദ്ധതയാണ് കാണിക്കുന്നത്. എന്തോന്നാ ഈ ഹൈക്കമാൻഡ്? ജനാധിപത്യത്തിൽ കമാൻഡിന് എന്താ സ്ഥാനം? കമാൻഡ് എന്നല്ല അതിന് പറയുന്നത്. ഉന്നത തീരുമാനമെടുക്കുന്ന ബോഡി എന്നാണ്. ദി ഫൈനൽ ഡിസിഷൻ മേക്കർ എന്നല്ലേ പറയൂ. കമാൻഡ് എന്താ? പട്ടാളത്തിലുള്ളതാണ് കമാൻഡ് അനുസരിച്ചല്ലെങ്കിൽ വെടിയെന്നുള്ളതാണ്, വെടിവെക്കുന്നുള്ളതാണ്. ഇവിടെ കമാൻഡ് എന്നുള്ള തന്നെ ഒരു അനർത്ഥമായ പേരാണ് അതൊന്നാമത്തെ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കമാൻഡ് എന്നൊക്കെ വെക്കുന്നത് ജനാധിപത്യമായിട്ടൊരു സംഘടനയ്ക്ക് പറ്റിയതല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറ്റും. അവിടെ പോലും ഈ കമാൻഡ് എന്ന് പറയുന്നില്ല. ചെയർമാൻ ആൻഡ് ചീഫ് ഓഫ് ദ മിലിറ്ററി ഓഫ് ചൈന എന്നാണ് ഷീ ജിൻപിങ്ങിനെ പറ്റി പറയുന്നത്. മനസ്സിലായോ? ചെയർമാൻ ഓഫ് ദി അവിടുത്തെ സൈന്യത്തിന് പറയുന്ന വേറൊരു പാർട്ടി പീപ്പിൾസ് ആർമി എന്നാണ് പറയുന്നത്. പീപ്പിൾസ് ആർമി എന്നാണ് പറയുന്നത്. ആ പാർട്ടിയുടെയും അതുപോലെ സൈന്യത്തിൻ്റെയും അധിപൻ. എവിടെ പോലും കമാൻഡ് വരുന്നില്ല, ചെയർപേഴ്സൺ എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കോൺഗ്രസ്സെ ഒരു വ്യാകരണ പിശകാണ്. അതിൽ സംഭവിക്കുന്ന വ്യാകരണ പിശകുകളാണ് ഇതൊക്കെ
അതുകൊണ്ട് സതീശന് പ്രത്യേകിച്ചൊരു വലിയൊരു മഹത്വമൊന്നും നമ്മൾ കൽപ്പിക്കേണ്ട. എല്ലാവരും തുല്യം തന്നെ. ദീപസ്തംഭൻ മഹാചരി എനിക്കും കിട്ടണം മുഖ്യമന്ത്രി സ്ഥാനം എന്നും പറഞ്ഞ് നടക്കുന്ന ആൾക്കാരായിരിക്കും. അത്രയേ ഉള്ളൂ. ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി കടിപിടിയത് കൂടിയുണ്ട്. 3 പേരും അഗണ്യ കോടിയിലേക്ക് ജനമനസ്സിൽ തള്ളപ്പെട്ട് കഴിഞ്ഞു. അതേസമയം VM സുധീരനെ പോലെയുള്ള ആൾക്കാർ, തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെയുള്ള ആൾക്കാർ ആ കോൺഗ്രസ്സുകാരുടെ മുമ്പിൽ നമ്മൾ നമിക്കുകയും ചെയ്യും. ഇപ്പോൾ ചില കണക്കുകളൊക്കെ സൂചിപ്പിക്കുമ്പോൾ KCക്കാണ് കൂടുതൽ MLA-മാരുടെ ഒരു സപ്പോർട്ടുള്ളത്. പ്രത്യേകിച്ച് ഷാഫി പറമ്പിൽ അടക്കമുള്ള വ്യക്തികളൊക്കെ KCക്ക് അനുകൂലമായി നിൽക്കുന്നു എന്നൊരു ഒരു കിംവദന്തി കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം VDയെ ഇവർ ഇത്ര എതിർക്കുന്നത്, അല്ലെങ്കിൽ ഇത്രയും സപ്പോർട്ട് ഈ ഒരു പാർട്ടിക്കുള്ളിൽ തന്നെ VDക്ക് എന്തുകൊണ്ടായിരിക്കും സപ്പോർട്ട് കുറയുന്നത്? ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയമൊക്കെ നമുക്ക് നോക്കുമ്പോൾ ആ ഒരു വിഷയത്തിലൊക്കെ സതീശനെടുത്തത് വളരെ പറയുന്ന പുറത്താക്കുന്നത് ഒരു കർക്കശമായിട്ടുള്ള നിലപാടായിരുന്നു എടുത്തത്. അപ്പോൾ ആ നിലപാടൊക്കെ VDക്ക് തിരിച്ചടിയായി എന്ന് തോന്നുന്നുണ്ടോ? എന്താണ് സാറിൻ്റെ ഒരു വിലയിരുത്തൽ? ഇതൊരു അടിയും തിരിച്ചടിയും. ആദ്യത്തെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഒരു മുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയിട്ട് ഈ നേതാക്കന്മാർ കിടന്ന് കടിപിടി കൂടുമ്പോൾ ഇതിനു വേണ്ടിയായിരുന്നു ഇത്രയും കാലം ഇവർ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിരുന്നതെന്നൊരു കാര്യം പുറത്തു വരുന്നു. ആരായാലും ശരി മുഖ്യമന്ത്രി പദം എനിക്ക് വേണമെന്നും പറഞ്ഞ് നടക്കുന്നു. നോക്കൂ, VM സുധീരനെയും വിളിപ്പിച്ചിട്ടുണ്ട് ഡൽഹിക്ക്. ജന്മത്ത് അദ്ദേഹം ഞാൻ മുഖ്യമന്ത്രിയാവണമെന്നൊരു വാദം ഉന്നയിച്ചിട്ടുണ്ടോ? ഏറ്റവും സീനിയറായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ട്, എനിക്ക് മുഖ്യമന്ത്രിയാവണമെന്നൊരു വാദം ഉന്നയിച്ചിട്ടുണ്ടോ? ഉമ്മൻചാണ്ടിയുടെ നിഴലായിട്ട് അദ്ദേഹം കഴിഞ്ഞില്ലേ? എത്ര അന്തസ്സുണ്ട്! ഇങ്ങനെ എരന്നു വാങ്ങുന്ന മുഖ്യമന്ത്രി പദത്തിന് ആർക്കായാലും അതെന്ത് വിലയാണ് ഉള്ളത്? കടിപിടി കൂട്ടിക്കൊണ്ട് ഇതെന്ത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലിൻ കഷണത്തിന് വേണ്ടി നായ്ക്കൾ കടിപിടി കൂട്ടുന്നത് പോലെയാണ് ഇപ്പോൾ കടിപിടി നടക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നോസിയേറ്റിംഗ് ആണ്, വമനേച്ഛ ഉളവാക്കുന്നത്. ഇത് കാണുമ്പോൾ ഛർദ്ദിക്കാൻ തോന്നും. അധികാരത്തിൻ്റെ ഒരു കസേരയാണോ ജനസേവനമായിരുന്നോ ഇവരുടെ ലക്ഷ്യം എന്നുള്ള സംശയം അത് നരേന്ദ്രമോദി പറഞ്ഞു കഴിഞ്ഞു. ആ സമയം മുതലെടുത്ത് അദ്ദേഹം അധികാര കൊതി മൂത്തിട്ട് തമ്മിൽ മിണ്ടാതെയും അതുപോലെ തന്നെ പിണങ്ങിയും പടലപിണക്കങ്ങൾ ഉണ്ടാക്കിയും ആവശ്യമില്ലാത്ത നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ തന്നെ ഇവരിടയാക്കിയിരിക്കും. തിളങ്ങുന്ന ജയം ജനങ്ങൾ നൽകിയപ്പോൾ ജനങ്ങളെ കോക്രി കാണിക്കുന്നതിന് തുല്യമാണിത്. അപ്പോൾ എന്തായാലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആര്? KC വേണുഗോപാലാണോ, രമേശ് ചെന്നിത്തലയാണോ, VD സതീശനാണോ എന്നൊരു ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത്. ഇന്ന് തീരുമാനമുണ്ടാകുമെന്ന് തന്നെ കരുതുന്നു, ഇല്ലെങ്കിൽ നാളെയാകുമെന്ന് പറയുന്നു. അപ്പോൾ എന്തായാലും സാറിൻ്റെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളോട് പങ്കുവച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. വിലയൊന്നുമില്ല, എന്നാലും അഭിപ്രായങ്ങൾ ഓക്കെ, താങ്ക് യു.